നിയമസഭാ സമ്മേളനത്തിൻ്റെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച നടക്കുക. തികച്ചും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം പറയുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. നാളെ നിയമസഭയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. 2 മാസം മുമ്പ് കേരളത്തിൻ്റെ നിയമസഭയിൽ പൂച്ച പെറ്റ ഖജനാവാണ് കേരളത്തിലുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ നന്ദി പ്രമേയത്തെ സംബന്ധിച്ച് ഒരുപാട് വാഗ്ദാനങ്ങൾ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു സർക്കാർ ഇത്രയധികം വാഗ്ദാനങ്ങൾ എങ്ങനെ പാലിക്കപ്പെടും എന്നുള്ളതാണ് BJP പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഞങ്ങൾ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 മുന്നണിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച്. നാളിതുവരെ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ളത് ഈ 2 മുന്നണികളുമാണ്. അതുകൊണ്ട് തന്നെ കേരളം ഇന്നത്തെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കുറവിലേക്കും ഈ സംസ്ഥാനം പോയിട്ടുണ്ടെങ്കിൽ അതിന് ഏക ഉത്തരവാദി ഈ 2 മുന്നണികളും മാത്രമാണ്. മാത്രമല്ല, കേരള നിയമസഭയിൽ ഈ 137 പേരും ഒരിടത്തും 3 പേർ വേറിട്ട ശബ്ദവുമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭ പോയിട്ടുള്ളത്. നിയമസഭയ്ക്കകത്തവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് സംഘപരിവാർ പ്രസ്ഥാനം. ഇന്നും പ്രസംഗിച്ചവർ ആവർത്തിച്ച് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു മുന്നണിയും ആരോപണം ഉന്നയിക്കുക. ഇവർ 2 കൂട്ടരും ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നത്. മറിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ ജനകീയ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ അവയ്ക്ക് പരിഹാരം കണ്ടെത്താനോ കഴിയാതെ ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ടാണ് കേരള നിയമസഭ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കേരളത്തിൻ്റെ നിലപാടുകൾ എന്താണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്നെ സംബന്ധിച്ച് ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞുള്ളത്, ഞാനിന്ന് നിയമസഭയിൽ ഇത് പറഞ്ഞു, നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് UDF അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നിലപാടുകളുടെ രാജകുമാരനാണെങ്കിൽ ഇന്നലകളിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നിലപാടെന്ത്? ഏറ്റവും പ്രധാനം അവർ ഉന്നയിച്ചത് ശബരിമല വിഷയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ്